ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയോട് ദേവു ആണെങ്കിൽ ഹാപ്പി വെഡ്ഡിങ് ഡേ സച്ചിയേട്ട, രേവതി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ എന്താ ഹാപ്പി വെഡ്ഡിങ് ഡേയോ? അതൊക്കെ സായിപ്പന്മാരുടെ ഭാഷയല്ലേ, നമ്മ പറയുന്നത് മലയാളമല്ലേ. അപ്പം മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓ ശരി ശരി, അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. താങ്ക് യു താങ്ക് യു. താങ്ക് യുന്നോ? അതും സായിപ്പന്മാരുടെ ഭാഷയാണ് സച്ചിയേട്ടാ. അയ്യോ സോറി. അതും സായിപ്പന്മാരുടെ ഭാഷയാണ്. ഇത് കേട്ട് നമ്മുടെ രേവതി ചിരിച്ചുകൊണ്ട്, സച്ചിയേട്ടാ പാടി കൊടുത്ത് അടിമെടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു സച്ചിയേട്ടാ. ശരി ശരി, ഒന്ന് നിർത്തു ദേവു, എന്തിനാ രണ്ടുപേരെയും കളിയാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മക്കളെ എന്തൊക്കെയുണ്ട് മക്കളെ, നിങ്ങളെ ആ വീഡിയോ വൈറലായില്ലായിരുന്നോ? ആ സമയത്ത് ഇനി ഇതൊന്നും ശരിയാവില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഏതായാലും സത്യങ്ങളെല്ലാം തെളിഞ്ഞല്ലോ. സത്യങ്ങളെല്ലാം എല്ലാവരുടെ മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ ആശ്വാസമായി. അതെല്ലാം വിടമ്മേ, രേവതിയാണല്ലോ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അവൾ സത്യങ്ങളെല്ലാം തെളിയിച്ചു. ഇതിലിപ്പോൾ വളരെയേറെ ആശ്വാസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ശരി ശരി, നിങ്ങളിവിടെ ഇരിക്കുക. ഞാനേതായാലും അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്നിങ്ങനെ നമ്മുടെ ദേവു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവു ഇതും കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ ദേവു എന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ കയ്യിലേക്ക് എന്തൊക്കെയോ ഒരു കവർ കൊടുക്കുകയാണ് നമ്മുടെ രേവതി. അങ്ങനെ സച്ചി അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ രേവതി ചോദിക്കുകയാണ് അമ്മയോട്, അമ്മേ അടുക്കള ജോലികളെല്ലാം തീർന്നോ? കുറച്ചും കൂടി ബാക്കിയുണ്ട്. അതിന് സമയമുണ്ടല്ലോ മോളെ, പതിയെ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാം. നിങ്ങൾ രണ്ടുപേരും ഏതായാലും പോയി അച്ഛൻ്റെ മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വിളക്ക് കത്തിച്ച് അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇങ്ങനെ ഇരുന്നുകൊണ്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ നമ്മുടെ രേവതിയെ കാണിക്കണം. അപ്പോൾ രേവതിക്ക് മനസ്സിലായി. അപ്പോൾ അമ്മയോട് ചോദിക്കണം, അമ്മേ അന്നുണ്ടാക്കിയ പോലെ സ്പെഷ്യൽ മീൻകറി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടോ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സച്ചിയോട് കണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ദേവ് വന്നിട്ട്, സച്ചിയേട്ടാ സച്ചിയേട്ടൻ്റെ ഷർട്ടില്ലേ, സച്ചിയേട്ടൻ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് സച്ചിയേട്ടൻ അത് ഇട്ടിട്ട്. ആണോ ദേവു? ഇതെല്ലാവരും പറഞ്ഞു, അച്ഛമ്മയും പറഞ്ഞു, അച്ഛനും പറഞ്ഞു. എനിക്ക് ഈ ഷർട്ട് ഇട്ടിട്ട് നല്ല ചേർച്ചയുണ്ടെന്ന്. അമ്മ ഈ ഷർട്ട് അമ്മ എവിടെന്നാ മേടിച്ചത്, ഏത് കടയിൽ നിന്നാണ് അമ്മ മേടിച്ചത് എന്ന് രേവതിയുടെ അമ്മയോട് ചോദിക്കുക. അപ്പോൾ എടുത്ത വയ്ക്കും രേവതിയുടെ അമ്മയാണെങ്കിൽ, അയ്യോ മോനെ ഇത് ഞാൻ മേടിച്ചതല്ല, എനിക്കറിയാനും പാടില്ല, ഇത് മേടിച്ചത് ശരത്താണ് എന്ന് പറയാം. ഇത് കേട്ടതും സച്ചി അങ്ങനെ അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. എന്താ പറഞ്ഞത്? ശരത്തോ? ശരത്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സുകളൊക്കെ മേടിച്ചത്. അപ്പോൾ ദേ വരുന്നു ശരത്ത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കാലി വന്നിട്ട് ഒരു രക്ഷയില്ല. രേവതി, നീ എന്തുകൊണ്ട് എന്നോട് ഈ സത്യം പറഞ്ഞില്ല? ശരത്താണ് ഈ ഡ്രസ്സ് മേടിച്ചതെന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്. അതിനെന്താ, ആര് മേടിച്ചാൽ എന്താ കുഴപ്പം? ആരും മേടിച്ചെന്നല്ല, അമ്മ മേടിച്ചെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഷർട്ട് ഇട്ടത്. അവൻ മേടിച്ചാലേ അത് അധ്വാനിച്ചു കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ടല്ല മേടിക്കുന്നത്. അമ്മ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അധ്വാനിച്ചു കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് അമ്മ മേടിക്കുന്നത്. നീ എന്തുകൊണ്ട് എന്നോട് സത്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും സച്ചി അവിടെ ഷൗട്ട് ചെയ്യുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി അമ്മയാണെങ്കിലും, മോനെ നീ രേവതിയോട് തർക്കിച്ച് കയറണ്ട, രേവതിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അവളോട് പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഇത് ശരത്ത് മേടിച്ചിട്ട് വന്നാണല്ലോ, സന്തോഷത്തോടെ മേടിച്ചിട്ട് വന്നാണല്ലോ. വേണ്ട, അവൻ മേടിച്ച ഷർട്ടൊന്നും എനിക്ക് വേണ്ട, അവൻ അധ്വാനിച്ചുകൊണ്ടൊന്നും മേടിച്ച ഷർട്ടല്ല ഇത്. അവൻ എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്. അപ്പം ശരത്ത് വന്നിട്ട്, ഞാനേ അധ്വാനിച്ചു മേടിച്ച ഷർട്ട് തന്നെയാ അത്. അത് ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് അഭിമാനക്കേടാ ഉണ്ടാവുന്നത്? അതേടാ, എനിക്കിത് അപമാനം തന്നെയാണ് ഈ ഷർട്ട് ഇടുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഷർട്ട് വേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിയാണെങ്കിൽ ആ ഷർട്ട് അങ്ങോട്ട് ഊരുകയാണ്. അപ്പോൾ രേവതി പറയാണ്, സച്ചിയേട്ടാ എന്താ സച്ചിയേട്ടി കാണിക്കുന്നത്? സച്ചിയേട്ടാ ഊരരുത്, എന്തിനാ ഷർട്ട് ഊരുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഊരും, എനിക്ക് ഇവൻ മേടിച്ച ഷർട്ട് വേണ്ട, അമ്മ മേടിച്ചതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഷർട്ട് ഇടാനായിട്ട് ഒരുങ്ങിയത്. ഇനിയിപ്പോൾ ഈ ഷർട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഊരിയിട്ട് അതങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ഈ ശരത്തിൻ്റെ മോന്തകളോട് വലിച്ചെറിഞ്ഞ് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. സച്ചി അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ ബനിയനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഇന്നർ ബനിയനും കൊണ്ട് ഈ സച്ചി ആണെങ്കിൽ നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവരെല്ലാവരും കൂടി പിന്നാലെ ഓടി ചെന്ന് ഇറങ്ങുകയാണ്. രേവതിയാണെങ്കിൽ സച്ചിയുടെ പോലെ, സച്ചിയുടെ എന്താ സച്ചിയുടെ കാണിക്കുന്നത്? രേവതി നീ കയറുന്നുണ്ടോ? നിനക്ക് നിൻ്റെ അനിയനെക്കുറിച്ച് അറിയാൻ പാടാത്തത് കൊണ്ടാണ്. ആരും മേടിച്ചാൽ എന്താ കുഴപ്പം?
സച്ചിയേട്ട ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, നമ്മൾ നല്ലൊരു ദിവസമായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് സച്ചിയേട്ട എന്നിങ്ങനെ സംസാരിക്കുകയാണ്. വേണ്ട വേണ്ട, ഞാൻ ഏതായാലും ഇനി ഇവിടെ നിൽക്കുന്ന ഒരു നിമിഷം പോലും നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കാറിലൊക്കെ കയറുകയാണ്. അപ്പോൾ രേവതിയുടെ അമ്മ വന്നിട്ടാണെങ്കിൽ മോളെ എന്താ മോളെ ഇതെന്താ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് മോളെ എന്നൊക്കെ ചോദിക്കണം. അമ്മ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല അമ്മേ, ഞാനും കൂടെ പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും, സച്ചിയേട്ടൻ്റെ പ്രശ്നം ഉണ്ടാക്കും എന്നും പറഞ്ഞുകൊണ്ട് രേവതി നേരെ കാറിലേക്ക് കയറി പോവുകയും ചെയ്യാണ്. അപ്പോഴേക്കും ശരത്ത് വന്നിട്ട് കണ്ടല്ലോ, ദേ അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും വേണ്ടാന്ന്. അപ്പം അമ്മ എന്താ പറഞ്ഞത്? എടാ നിൻ്റെ കൈ കൊണ്ട് നീ ഡ്രസ്സ് മേടിക്ക്, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പിണക്കമെല്ലാം മാറുമെന്ന്. ഇതുകൊണ്ടല്ലേ ഞാൻ ഡ്രസ്സൊക്കെ മേടിച്ചത്. എന്തായി? അയാളെ താനെ സ്വഭാവം നമുക്ക് മനസ്സിലായില്ലേ? അയാൾ ഇങ്ങനെയാ, അയാൾ ഒരിക്കലും നന്നാവില്ലമ്മേ എന്ന് ശരത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോഴേക്കും അമ്മയ്ക്ക് സങ്കടം തോന്നുക. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ധൃതി പോവുകയാണ്. ഇപ്പം രേവതി എന്തിനാ സച്ചിയേട്ടാ, ഇതെന്ത് കോലമാണ് സച്ചിയേട്ടൻ എന്ത് കാണിക്കുന്നത്? ഇനി ഈ വേഷത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും? സച്ചിയേട്ടൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വേറെ ഷർട്ടല്ലേ ഇട്ടത്, ഇപ്പോൾ ദേ ഷർട്ടുമില്ല ഒന്നുമില്ലാതെ ദേ ബനീനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് ഈ ഒരു കാര്യം കേട്ടാൽ മതി, അപ്പം എൻ്റെ അടുത്ത് മെക്കിട്ട് കയറി എൻ്റെ കുടുംബക്കാരെയും മൊത്തം പറയും. ഇതൊക്കെ എന്നെ കേൾപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ സച്ചിയേട്ടാ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം നിൻ്റെ പ്രശ്നം എന്താണ്? ഷർട്ടില്ലാതെ ഞാൻ വീട്ടിലേക്ക് പോകാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു ഷർട്ട് മേടിച്ചേക്കാം, മനസ്സിലായോ എന്നും പറഞ്ഞ് ഒരു കടറ മുന്നിൽ ഇങ്ങനെ നിർത്തുകയാണ്. എന്നിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. സച്ചിയേട്ടൻ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ഷർട്ട് മേടിക്കണ്ടേ, ഞാനൊരു ഷർട്ട് മേടിക്കാനായിട്ട് പോകുന്നു. ഈ കോലത്തിലോ ഈ ബനിയൻ ഇട്ടുകൊണ്ടാണ് പെരുവഴിയിൽ കൂടി ഷർട്ട് മേടിക്കാനായിട്ട് പോകുന്നത്? എന്താ അതിനൊന്നും എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, ഞാൻ ഷർട്ട് മേടിക്കുകയും ചെയ്യും ഇടുകയും ചെയ്യും. അതിനെക്കുറിച്ച് നീ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല രേവതി, വേണം ഇങ്ങനെയൊന്നും പോകരുത്, നാണക്കേടാണ് സച്ചിയേട്ട. ആൾക്കാർ അതും പറയും, ആൾക്കാർ അതും പറയുന്നത് എനിക്ക് യാതൊരു പ്രശ്നമില്ല. സച്ചിൻ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ഷർട്ട് മേടിച്ചോട്ട് വരാം, സച്ചിൻ്റെ അളവൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ശരിയാ, നിനക്ക് എൻ്റെ അളവൊക്കെ അറിയാം, പക്ഷെ നിനക്ക് എൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല രേവതി. എങ്ങനെ മനസ്സിലാക്കും? ഒരേ സ്വഭാവമാണെങ്കിൽ മനസ്സ് മനസ്സിലാക്കാം, ഇത് ഒരേ ദിവസം പല സ്വഭാവമല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ പിന്നെ ഞാനെങ്ങനെ മനസ്സിലാക്കാനാണ്? അതെ, ഞാൻ അങ്ങനെയാണ് രേവതി. സച്ചിയായിട്ടിരിക്കുന്നതാണ് സച്ചിക്ക് ഇഷ്ടം, അല്ലാതെ പല ഇതായിട്ട് നടക്കുന്നത് സച്ചിക്ക് ഇഷ്ടമല്ല. സച്ചിയായിട്ട് ജീവിക്കണം, ഇത് മാത്രമേ സച്ചിക്ക് താല്പര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ പോയി ഡ്രസ്സ് മേടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ആ ബനീനെ വിട്ടുകൊണ്ട് നേരെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറിയ രേവതിയാണെങ്കിൽ പിന്നാലെ ഓടിച്ചില്ല, സച്ചിയേട്ടാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ആകെ നാണക്കേടെ പോയി. അപ്പോൾ അവിടുത്തെ ഒരു ഓണർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓണർ സച്ചിയുടെ ഈ വേഷം കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയ്യോ സാറേ, എന്താ സാറ് ഷർട്ട് ഇടാതെ വന്നിരിക്കുന്നത് സാറേ എന്ന് ചോദിക്കാം. അപ്പോൾ സച്ചി പറയാണ്, ഞാൻ ഷർട്ട് ഇടാതെ വന്നത് എന്താണെന്നറിയാവോ? ഷർട്ട് ഇട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഏതായാലും ഷർട്ട് ഊരിയിടണം, എന്നിട്ട് വേറെ ഷർട്ട് ഇട്ട് നോക്കണം. അപ്പം ഷർട്ട് ഇടാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഷർട്ട് വേണമെങ്കിലും ഇട്ട് ഫിറ്റ് നോക്കാലോ, അതുകൊണ്ടാണ്. ഇത് കേട്ട് നമ്മുടെ ഇയാൾ ഇങ്ങനെ തന്നെ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ രേവതിയാണെങ്കിൽ അയ്യോ സാറേ, ഇദ്ദേഹത്തിന് വട്ടൊന്നുമില്ല കേട്ടോ, സാറ് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല, എനിക്ക് സന്തോഷമാണ്, വളരെയേറെ സന്തോഷം. അപ്പോൾ സച്ചിയാണെങ്കിൽ മുഖം വെച്ചൊക്കെ വലിയ കുറേ കോഷ്ടികൾ ഇങ്ങനെ കാണിക്കുകയാണ്. അയ്യോ സാറേ ഒന്നും വിചാരിക്കണ്ട, അദ്ദേഹം ചുമ്മാ കാണിക്കുന്ന, എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങളിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമാണ് തോന്നിയത്. സന്തോഷം? അതേന്നേ, സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ ഇങ്ങോട്ട് ആർമാദിക്കുകയാണ്. കാരണം എൻ്റെ കടയിൽ ഇഷ്ടംപോലെ കസ്റ്റമറൊക്കെ വരാറുണ്ട്, പക്ഷേ നിങ്ങളെപ്പോലൊരു കസ്റ്റമർ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് ഷർട്ടില്ലാതെ. കാരണം എൻ്റെ കടയ്ക്ക് അത്രയ്ക്കും നിങ്ങൾ വിശ്വസ്തത കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയ ഒരു ഷർട്ട് ഈ കടയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഷർട്ട് ഇടാതെ ഈ കടയിലേക്ക് തന്നെ കയറി വന്നത്. അപ്പോൾ ഞങ്ങളോടുള്ള വിശ്വാസം അല്ലേ നിങ്ങളാ കാണിച്ചത്. അതുകൊണ്ട് എനിക്ക് വളരെയേറെ സന്തോഷമായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, ആകെ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കണം, വാ നിങ്ങൾ ഇങ്ങോട്ട് വന്നണ്ടേ. എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നത്? അതൊരു ഫോട്ടോ എടുക്കാനായിട്ട്. ഫോട്ടോയോ? എന്തിനാ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത്? അതോ നിങ്ങളുടെ കൂടെ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്കത് ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ തൂക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ബെസ്റ്റ്, നിങ്ങൾ എന്തിനാണ് ഭിത്തിയിലൊക്കെ തൂക്കുന്നത്? നിങ്ങൾക്കല്ല വട്ടുണ്ടോ? അതൊന്നും പറഞ്ഞ പറ്റൂല സാറേ, നിങ്ങളുടെ ഒപ്പം വന്നൊന്ന് ഫോട്ടോ എടുക്കുക. എടാ മക്കളെ ഇങ്ങോട്ട് വാടാ, ദേ ഈ സാറിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നേ
എന്നും പറഞ്ഞുകൊണ്ട് സെൽഫി അങ്ങോട്ട് എടുക്കുകയാണ്. സെൽഫി എടുത്ത് നിൽക്കുകയാണ്. രേവതിക്കും സച്ചിക്കാണെങ്കിൽ ചിരി വന്നിട്ട് രക്ഷയില്ല. അങ്ങനെ ഇവർ ഷർട്ട് നോക്കാനായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോഴേക്കും ഈ ഓണർ അവിടെ നിന്ന് സ്റ്റാഫിനോട് സംസാരിക്കാനുണ്ട്. ഈ ഫോട്ടോ കണ്ടോ, ഫ്രെയിം ചെയ്ത് നമ്മുടെ ഭിത്തിയിൽ തൂക്കണം, എന്നിട്ട് അത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തോ, ഇതൊന്ന് വൈറലാവട്ടെ. ഇത് കേട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നു സാറേ, ദയവ് ചെയ്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾ സോഷ്യൽ മീഡിയയിട്ട് വൈറലാകരുത്. ഒരു വൈറൽ വീഡിയോ കൊണ്ട് ആകെ പൊറുതി മുട്ടിയിട്ട് ഇപ്പോൾ ഒരു ആശ്വാസത്തോടെ ഇരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് വേറൊരു ഫോട്ടോയും കൂടി നിങ്ങൾ ഇട്ട് വൈറലാക്കരുത്. കേട്ടപ്പോഴേക്കും ആണോ സാറേ, എങ്കിൽ പിന്നെ സാറേ ഞങ്ങൾ ഈ ഫോട്ടോ ഭിത്തിയിൽ തൂക്കിക്കോട്ടെ. ആ ശരി, ഭിത്തിയിൽ തൂക്കിക്കോ. ഓ താങ്ക് യു സാറേ എന്നിങ്ങനെ സംസാരിക്കാം. അങ്ങനെ നമ്മുടെ രേവതിയും അതേപോലെ തന്നെ സച്ചിയും കൂടെ ഒരു ഷർട്ട് നോക്കിയാണ്. സച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് എടുത്ത് കൊടുത്തിട്ട് രേവതി എങ്ങനെയുണ്ട് ഈ ഷർട്ട് എന്ന് ചോദിക്കുകയാണ്. ഇത് കൊള്ളാം, പക്ഷേ സച്ചിയേട്ടാ ഈ ഷർട്ട് നോക്കിയേ, അതിനേക്കാളും ഒരു അടിപൊളിയായിട്ട് ഈ ഷർട്ട് തോന്നുന്നില്ലേ സച്ചിയേട്ടാ, പക്ഷേ എനിക്ക് ഈ ഷർട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് സച്ചി പറയാം. ശരി എങ്കിൽ അതെടുത്തോ. അപ്പോൾ അവിടുന്ന് സ്റ്റാഫ് പറയാണ്, ഓ ചേച്ചിനെ സമ്മതിക്കണം കേട്ടോ, ഇതേപോലെ ആയിരിക്കണം ഭാര്യമാർ. കാരണം ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തില്ലേ. ഇവിടെ തന്നെ കുറേ ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്, പക്ഷേ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളൊന്നും അവർ നോക്കൂല. അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണോ അത് ഭർത്താവ് എടുത്തോളണം, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ ചേച്ചി ഒരു മാതൃക ഭാര്യ തന്നെയാണ്, ഭർത്താവിൻ്റെ ഇഷ്ടത്തിനൊത്ത് നടന്നല്ലോ ചേച്ചി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സച്ചി ഉവ്വ ഞാൻ ഈ ഷർട്ടൊന്ന് ഇട്ട് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആ ഷർട്ട് അങ്ങ് സെലക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാണ്. അങ്ങനെ ആ ഷർട്ട് വിട്ടിട്ട് നേരെ പൈസ കൊടുക്കാനായിട്ട് പോവുകയാണ്. സാറേ ഈ ഷർട്ടിന് എത്രയായി? ഞങ്ങളൊരു സ്പെഷ്യൽ കസ്റ്റമർ തന്നെയാണ്, അതുകൊണ്ട് 30% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നിവിടെ പറയാണ്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും വരണേ. അതെ ഡിസ്കൗണ്ട് കൊടുത്തായിരുന്നു ആരോടും പറയണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷർട്ട് ഇടാതെ വരും. ആണോ സാറേ കണ്ടതിലും സംസാരിച്ചതിലും ഒക്കെ വളരെയേറെ സന്തോഷമുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ്, സച്ചിയേട്ടന് ഈ ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, സച്ചിയേട്ടൻ്റെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആർക്കറിയാൻ രേവതി, ഇത് പിന്നെ ഒരു അലക്കിന് എൻ്റെ കളറ് പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചിലവരെ മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ചിലവന്മാർ നമ്മളുടെ മുന്നിൽ നല്ല രീതിയിൽ നിൽക്കും, പക്ഷേ അവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കണം. എന്താ സച്ചിയേട്ടാ, ശരത്തിനെ കുറിച്ചാണ് സച്ചിയേട്ടൻ പറഞ്ഞത്, എന്തിനാ അവനിങ്ങനെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്? എന്നാലും രേവതി നീ എന്നോട് പറഞ്ഞില്ലല്ലോ. സത്യയോടൻ സച്ചിയേട്ടാ എനിക്കറിയില്ലായിരുന്നു ഈ കാര്യങ്ങളൊന്നും. അമ്മയല്ലേ ഡ്രസ്സ് നമുക്ക് കൊണ്ട് തന്നത്, അമ്മ എന്നോട് പറഞ്ഞില്ലായിരുന്നു എന്നിങ്ങനെ പറയാം. അല്ലെങ്കിലും അവൻ ഡ്രസ്സ് എടുത്ത് തന്നു വിചാരിച്ച് എന്താണ് പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നതാ. അവൻ്റെ ഡ്രസ്സ് എൻ്റെ ശരീരത്തിൽ ഇട്ടുപോയി, ഞാൻ കുളിച്ചിട്ട് വേണമായിരുന്നു വേറെ ഡ്രസ്സ് ഇടാനായിട്ട്. അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു? അവൻ്റെ സ്വഭാവം നിനക്ക് അറിയില്ല, ഇതുവരെ നിൻ്റെ അനിയനെ നീ മനസ്സിലാക്കിയിട്ടില്ല. അവൻ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് നിനക്ക് അറിയാവോ? അവനെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിനക്കത് താങ്ങാനായിട്ട് പറ്റൂല. ഇത് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ എന്താ ശരത്തിനെ കുറിച്ച് അറിയുന്ന എന്ത് രഹസ്യമാണ് സച്ചിയുടെ മനസ്സിലുള്ളത്? പറ സച്ചിയേട്ടാ. അപ്പോൾ സച്ചി ഒന്നിങ്ങനെ തമ്പിച്ച് നിൽക്കുക. പറ സച്ചിയേട്ടാ, പറയാനാ പറഞ്ഞത്, എനിക്കത് കേൾക്കണം. രേവതി വണ്ടി കയറാൻ നോക്ക്, പോണം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ വണ്ടിയിലോട്ട് കയറുകയാണ്. രേവതിക്ക് പിന്നീടൊന്നും പറയാനും പറ്റിയില്ല. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ നടുവൊടിഞ്ഞിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കണം. എൻ്റെ ദൈവമേ അയ്യോ എനിക്ക് വയ്യായേ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ശ്രുതിയും വന്നിട്ട്, അയ്യോ അമ്മ എന്ത് പറ്റി അമ്മേ? നിൻ്റെ അച്ഛമ്മയില്ലേ എന്നെ അടുക്കളയിലിട്ട് ഒരുപാട് ജോലികളെല്ലാം ചെയ്യിപ്പിച്ച് എൻ്റെ നടുവ് എനിക്ക് അനക്കാനായിട്ട് പറ്റുന്നില്ല. ആണോ അമ്മേ? കഷ്ടമായി പോയല്ലോ. അമ്മനെ സഹായിക്കാനായിട്ട് ശ്രുതിയെ വിളിക്കാറുന്നില്ല. അപ്പോൾ ശ്രുതി കണ്ണു പിടിച്ച് നോക്കുകയാണ്, എന്താ ഇത് പറയുന്നത് എന്ന് ചോദിക്കണം. അയ്യോ ശ്രുതി ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പോൾ അയ്യോ ആൻറ്റി, സത്യം ആൻറ്റിക്ക് എന്നെ വിളിക്കായിരുന്നില്ല ആൻറ്റി, ഞാൻ സഹായിച്ചാനായിരുന്നല്ലോ. അയ്യോ മോളെ നിന്നെ ഞാൻ എങ്ങനെ വിളിക്കുന്നത്? നീ പാർലറിൽ പോയി കഷ്ടപ്പെടുന്നതല്ലേ, അതുകൊണ്ട് എങ്ങനെ വിളിക്കും? അതൊന്നും സാരമില്ലായിരുന്നു ആൻറ്റി, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ വരുന്ന സച്ചിയും അതേപോലെ തന്നെ രേവതിയും കൂടി വരികയാണ്. പെട്ടെന്ന് ഇവർ വരുന്നുണ്ടെങ്കിൽ ഒരു സംശയം, സച്ചിയുടെ ഷർട്ടും ശ്രദ്ധിച്ചു. അപ്പോൾ സച്ചി മുകളിലൊക്കെ കയറി പോവുകയാണ്. രേവതി അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര ഇതെന്താ സച്ചി ഇവിടുന്ന് പോയപ്പോൾ വേറെ ഷർട്ടല്ലേ ഇട്ടത്, ഇപ്പോൾ അവനെന്താ വേറെ ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നത്? ശരിയാണല്ലോ അമ്മേ, ഇവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇവർ പെട്ടെന്ന് വരികയും ചെയ്തല്ലോ. അപ്പോൾ ഇതെല്ലാം കേട്ട രേവതിക്ക് ആകെ വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ കുത്തി പോക്കോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്കിപ്പോൾ എന്താ കാര്യം, അവരെന്തെങ്കിലും എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ അച്ചമ്മ വരികയാണ്. ചന്ദ്രേ എന്താ ചന്ദ്രേ, ഇവിടെ എന്താ പ്രശ്നം? നിന്നോട് ഇവിടെ ഇരിക്കാനാണോ പറഞ്ഞത്?
അത് പിന്നെ അമ്മ എനിക്ക് നടുവേദന എടുത്തിട്ട് നീ എന്താ കോപ്രായം കണ്ടിട്ട് നിനക്ക് ആരെയും കുറ്റം പറയാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ. അയ്യോ കുറ്റം പറഞ്ഞതല്ല, നടുവേദനയുടെ എക്സസൈസ് എനിക്ക് പറഞ്ഞതാണ് അച്ഛമ്മേ എൻ്റെ അമ്മ എന്നൊക്കെ പറയാണ്. എടാ നീ ഇങ്ങനെ വീട്ടിൽ തന്നെ അടയിരുന്ന നിനക്ക് നടുവേനയൊക്കെ വരും. നീ പുറത്ത് പോയി ജോലി ചെയ്യണം, എന്നാലേ നടുവേനയൊക്കെ മാറുള്ളൂ. ചന്ദ്രേ നിന്റെ ജോലികളെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു അമ്മേ. ബാക്കിയുള്ള ജോലികൾ ആര് ചെയ്യും? അപ്പോൾ രേവതി വരുന്നു. അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ, രേവതി നീ പോയിട്ട് നേരത്തെ വന്നു. അതൊന്നും നേരത്തെ വന്നത്? അത് പിന്നെ അച്ഛമ്മേ ഇവിടെ കുറേ ജോലികളുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത് എന്നിങ്ങനെ പറയുക. ജോലി ചെയ്യാൻ ഇവിടെ ചന്ദ്രയില്ലേ? ചന്ദ്ര ചെയ്തോളൂ എല്ലാ ജോലികളും. ഇന്നും കല്യാണ ദിവസമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലേ, പിന്നെ എന്തിനാ നേരത്തെ പോകുന്നത്? അപ്പോൾ സച്ചിയും വരുന്നു. അപ്പോൾ സച്ചി നേരെ രവിയോട് പറയണം, അതെ ആ രാമേട്ടൻ വിളിച്ചായിരുന്നു, എനിക്കൊരു ട്രിപ്പുണ്ട്, ട്രിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അച്ഛമ്മ ചോദിക്കുകയാണ്, അല്ല സച്ചി നീ ഇവിടെ നിട്ടുകൊണ്ട് പോയത് വേറെ ഷർട്ടല്ലേ? രേവതിയുടെ അമ്മ മേടിച്ചെന്ന ഷർട്ട്, പിന്നെ നീ എന്താ പുതിയ ഷർട്ട് മേടിച്ചോ? എന്താ നീ പുതിയ ഷർട്ട് ഇട്ടിട്ട് വന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനം ചെയ്യുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.